ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാണ്. കോയമ്പത്തൂരിലെ ഇഷ യോഗ സെൻറ്ററിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ കൂടെ രാമു ഉണ്ട്, ഹാഷിലേനനുണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റിൽ വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 30 കിലോമീറ്ററേ ഉള്ളൂ ഇഷ യോഗ സെൻറ്ററിലേക്ക്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അത്യാവശ്യം നല്ല രസമാണ് കാണാൻ. പ്രത്യേകിച്ച് അതിൻ്റെ ബാക്കിലുള്ള മരങ്ങളും കാര്യങ്ങളും കാണാൻ നല്ല രസമാണ്. ഒരുപാട് നാളായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. അതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒന്ന് പാർക്കിങ്ങിൽ വന്നു. അത്യാവശ്യം നല്ല സ്പേസുള്ള പാർക്കിങ്ങാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നു. ഒരുപാട് നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച കാര്യം കൺമുമ്പിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കൂടുതലും ഈ സ്റ്റാച്യു കാണുന്നതിനേക്കാളും എനിക്ക് ഭംഗിയായിട്ട് തോന്നി അവിടെ ചുറ്റുമുള്ള മലകളാണ്. അത് ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമായിരുന്നു അത്. അത്യാവശ്യം വൈകുന്നേരം കാണാൻ നല്ല രസമായിരുന്നു. ആ സൺസെറ്റും കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ വന്നപ്പോഴത്തേന് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. വന്നപ്പോൾ തന്നെ രാമു ട്രൈപോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ റെഡിയായി. അതിൻ്റെ കൂടെ തന്നെ ഹാഷിലണ്ണനും ഫോണും എടുത്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങി. കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി. നമ്മൾ ഫോണിലൊന്നും കാണുന്നത് പോലെയല്ല, അത്യാവശ്യം വലിയൊരു ശില്പം തന്നെയാണത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. കൂടുതലും എനിക്ക് തോന്നുന്നു മലയാളികളാണ് അവിടെ വരുന്നതെന്ന്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നു. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് കാളകളെയൊക്കെ അവിടെ ഇവിടെയെല്ലാം കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് പേര് ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് അവിടെ എല്ലാം കാണാൻ പറ്റും. കൂടുതലും എല്ലാവരും ഇതൊരു ടെമ്പിളാണ് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇതൊരു ഇഷ യോഗ സെൻ്ററാണ്. മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ഈ ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന എല്ലാം രുദ്രാക്ഷമാണ്. കുഞ്ഞു കുഞ്ഞു രുദ്രാക്ഷം കൊരുത്തിട്ടേക്കുവാണ്. അതൊക്കെ അടുത്ത് നിന്ന് കാണുമ്പോൾ വലിയൊരു അത്ഭുതം പോലെ തോന്നി. കാര്യം നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ വലിയൊരു മാലയാണത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കണ്ടിട്ട് പിന്നെ അവിടെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കയറി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇങ്ങനെ ഇതുപോലൊരു ഇൻഫർമേഷൻ സെൻ്ററിൽ പോയി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ചോദിച്ചറിഞ്ഞു. അപ്പോൾ നമുക്ക് അവരൊരു വിസിറ്റിംഗ് കാർഡ് പോലത്തെ ഒരു കാർഡ് വന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവിടുത്തെ ടൈമും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഒരു 7:20 ആകുമ്പോഴത്തേന് ലേസർ ഷോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പിന്നെ അവിടെ വന്ന് നിന്നു. പറഞ്ഞതുപോലെ 7:20 ആയപ്പോഴത്തേന് ലേസർ ഷോ തുടങ്ങി. ഫോണിൽ നമ്മൾ വീഡിയോയിലൊന്നും കാണുന്നത് പോലല്ല, ഇതെല്ലാവരും നേരിട്ട് വന്ന് കാണണം. ഇത് നേരിട്ട് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.